ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ, യുവർ ഓൺ ഐശ്വര്യ മാൻസി. അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷം കേട്ടോ. കാരണം പൂട്ടിയിരിക്കുകയായിരുന്നു ഇത്ര നാൾ ഞങ്ങളുടെ. അപ്പോൾ റീഓപ്പൺ ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഡേ ഞാൻ വ്ലോഗ് എടുത്തിട്ടില്ല ഗൈസ്. അത് എൻ്റെ എന്താ പറയുക, ഒരു അധപതനമായി പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാൻ ആദ്യത്തെ ദിവസം വ്ലോഗ് എടുത്തില്ല. ഇത് ഒരു മൂന്നാമത്തെ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ. പിന്നെ എനിക്ക് നല്ല ജലദോഷമാണ്, ചെറുതായൊന്നും പനിയുണ്ട്. അങ്ങനെ ഇങ്ങനെ എൻ്റെ ഫസ്റ്റ് 2 ആഴ്ച കൊള്ളായിരുന്നു കേട്ടോ. കോളേജ് ഓപ്പണായിട്ട് അങ്ങനത്തെ ഒരു പനി പിടിച്ചേക്കായിരുന്നു. പിന്നെ നല്ല മഴയുണ്ട്. അങ്ങനെ ഇങ്ങനെ എനിക്ക് ജലദോഷമുണ്ട്. പിന്നെ ആ ഫ്രണ്ടിലിരിക്കുന്ന എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ അതും കൂടി എടുത്തതാണ് കേട്ടോ. പിന്നെ ദേ ഞങ്ങളെല്ലാവരും കൂടി ഫ്രണ്ടിലിരിക്കുന്നത് ഗായും രോഹിണിയായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ മറന്നത് പറയാം. ഓക്കെ, ഗായും രോഹിണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുക. ഞാൻ വ്ലോഗ് എടുക്കണോണ്ട് ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ കയറി നടക്കുകയാണ്. പിന്നെ നമുക്ക് അത് എങ്ങനെ, പിന്നെ എന്നെ കണ്ടാൽ എനിക്ക് വലിയ കുറവ് മീൻസ് ജലദോഷം അസുഖങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നില്ലെങ്കിലും എനിക്ക് വയ്യ ഗൈസ്, എനിക്ക് തീരെ വയ്യ. അപ്പം ഞാൻ ദേ കോളേജിലെത്തി. അപ്പം ഞങ്ങൾക്ക് ഒരു അവർ ലൈബ്രറി അവറായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇതുകൊണ്ട് ഞാൻ വിരൽ ചൂണ്ടുന്ന ആ സ്ഥലമാണ് ലൈബ്രറി. ഈ സ്ഥലമാണെങ്കിൽ ചെഗ്ലേ ഗേൾസ് ഹോസ്റ്റൽ. ഓക്കെ, അപ്പം ഞാൻ ലൈബ്രറിക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മളൊരു എന്താ പറയുക, കുറച്ച് ബുക്ക് എടുക്കണം. ടെസ്റ്റ് ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്താൽ പ്രിൻ്റ് എടുക്കാറാണ് കേട്ടോ പതിവ്. ടെസ്റ്റ് വാങ്ങൽ കുറവാണ്, ഇത്തിരി കനുള്ള കാരണം പ്രിൻ്റ് എടുക്കലാണ് ലാഭം, ബുക്കിൻ്റെ വില കേട്ടോ. ഓക്കെ, അപ്പം ഞങ്ങളത് ലൈബ്രറിക്ക് പോകണം. വലിയ ലൈബ്രറിയാണ് കേട്ടോ, നല്ല രസമാണ് ലൈബ്രറി. അപ്പം ഞാനൊക്കെ ഇവിടെ കയറി നിരങ്ങുന്ന ആളാണെന്നൊക്കെ പറയാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോവും അങ്ങനെ. അപ്പോൾ ദേ ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട്. ആ ഒരു മരത്തിൻ്റെ സാധനം കണ്ടില്ലേ, ആ ഷെൽഫ്, അത് ചെരുപ്പ് വെക്കാനുള്ളതാണ്. പക്ഷെ പുറത്തേക്ക് നോക്കൂ, ആഹാ എന്തൊരു ഒത്തൊരുമ, എന്തൊരു സ്നേഹം എന്ന് പറയണ പോലെ. ഇവിടെ നമ്മൾ മാലിന്യം വലിച്ചെറിയുന്നു, ഫ്ലക്സ് വെച്ചാൽ അതിൻ്റെ ചോട്ടിലുണ്ടാവും കുറച്ച് മാലിന്യം. അതേപോലെയാണ് കേട്ടോ. ഇത്രയധികം റാക്കുണ്ട്. ഞാനപ്പോൾ നല്ല കുട്ടിയായിട്ടതേ എൻ്റെ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഞാൻ അവിടെയാണ് എന്നും സ്ഥിരം വരുമ്പോൾ ചെരുപ്പ് വയ്ക്കുക. അത് കാരണം ഞാൻ നല്ല കുട്ടിയാണേ. ഓക്കെ, അപ്പോൾ ബാക്കി അവർ രണ്ടാളും അവിടെ വെച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട്, വേണേ വെച്ചോ അവർ വെച്ചില്ല ഗൈസ്. ഓക്കെ, ഇപ്പം എന്താവോ മഴയെ കാരണമാണോ എന്നറിയില്ല, ഡോർ എപ്പോഴും ചാരി കിടക്കുകയാണ്. ഞങ്ങൾ വെച്ചാൽ ഉള്ളിൽ നിന്ന് പൂട്ടിന്ന്. എന്നിട്ട് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തുറന്നു. അപ്പോൾ ഗായിയാണ് ഉദ്ഘാടിച്ചത്, ലൈബ്രറി തുറന്ന് ഉദ്ഘാടിച്ചു. ഞാൻ രണ്ടാമതെങ്ങാണ്ട് കാലെടുത്ത് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഈ പേര് നമ്മൾ വന്നവരാരാണെന്നൊക്കെ അറിയാൻ വേണ്ടി പേരെഴുതി ഒപ്പിടണം കേട്ടോ. ലൈബ്രറി അവറൊക്കെ ലൈബ്രറിയിൽ പോയാൽ നമുക്ക് പ്രസൻറ്റ് ഉണ്ട് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് ലൈബ്രറി അവറല്ല പോയത്. അപ്പോൾ ഗായ് ഇതേ ഒപ്പിടാണ്. എനിക്ക് ഈ ലൈബ്രറിയിൽ ഏറ്റവും ഇഷ്ടം ആ ജനലാണ് ഗൈസ്. ഞാൻ അതാണ് ആ ജനൽ സൂം ചെയ്തിട്ട്. നല്ല രസമാണ് അത്. ഇപ്പോഴൊന്നും തുറന്നിട്ടില്ല, മഴക്കാലമല്ലേ. വേനൽക്കാലത്ത് അത് തുറന്നിടും, നല്ല രസമാണ്. ഈ ലെഫ്റ്റിലുള്ളതാണ് ലൈബ്രറി. പിന്നെ മോളിക്കുണ്ട്, അത് PhD സ്റ്റുഡൻസ്, റിസർച്ച് പിള്ളേർക്കുള്ള സെറ്റപ്പാണ്. ഇവിടെയൊക്കെ ഭയങ്കര എന്താ പറയുക, കോടികളെന്ന് പറയാൻ പറ്റില്ല, ലക്ഷങ്ങൾ അങ്ങനെയൊന്നുമില്ല, വില മതിക്കാനാവാത്ത കുറേ ഗ്രന്ഥങ്ങളുള്ളതാണ്. ഞങ്ങളുടെ ഒരു സംസ്കൃത കോളേജാണ്. അപ്പോൾ അതിൻ്റെ ലൈബ്രറി അതിനും നല്ല നല്ല ക്വാളിറ്റിയുള്ള കുറേ ബുക്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേരെഴുതി ഒപ്പിട്ടു. ഇന്നാളത് കാരണം വന്നിരുന്നു, പേപ്പറിൽ വന്നിരുന്നു ഈ അടുത്ത് ഞങ്ങളുടെ കോളേജിലെ ലൈബ്രറിയിലുള്ള കാലപ്പഴക്കമുള്ള കുറേ എന്താ പറയുക താളിയോലകളെ പറ്റിയിട്ടൊക്കെ വന്നിരുന്നു കേട്ടോ. പേപ്പറിൽ ഗുരുവായൂർ സംസ്കൃത കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു. അറിഞ്ഞവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലൈബ്രറിക്ക് വന്നു. ഞങ്ങളുടെ പഠിക്കാൻ ആവശ്യമുള്ള ബുക്കാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്യണേ, ഏത് ബുക്കാന്നൊക്കെ. ഓരോരോ സെക്ഷനാണല്ലോ ഓരോന്നിരിക്കുക. അപ്പം നമുക്ക് ആവശ്യമുള്ളതുണ്ട്, ആവശ്യമില്ലാത്തതുണ്ട്, ഇന്ന വോളിയം ഉണ്ട്, ഏത് വോളിയം എന്നൊക്കെ നമ്മൾ തന്നെ തപ്പിയെടുക്കണം കേട്ടോ. ആദ്യം ഈ ലൈബ്രറിക്ക് നമുക്ക് അകത്ത് കയറി, അതായത് ഈ ബുക്കിൻ്റെ ഷെൽഫിൻ്റെ അവിടേക്കൊന്നും കയറി നമുക്ക് ബുക്ക് എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. കാരണം ഈ ബുക്കിൻ്റെ കാലപ്പഴക്കും അതുപോലെ അതിൻ്റെ മൂല്യവും കാരണം തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ തവണത്തെ ഡയറക്ടർ തൊട്ടാണ് ഞങ്ങൾക്ക് ആ ഒരു അനുവാദം കിട്ടിയത്. അത് കാരണം ഞങ്ങൾക്കിപ്പോൾ സ്വയം ഇങ്ങനെ, ഉദാഹരണത്തിന് സംസ്കൃതം ബുക്കുകളൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വായിക്കാനായിട്ട് അല്പം നോവലുകളൊക്കെ തപ്പുമ്പോഴേ ഏറ്റവും നല്ലത് നമ്മൾ പോയി തപ്പുന്നത്. അവരോട് അല്ലെങ്കിൽ അവിടെയുള്ള ചേട്ടന്മാരോട് പറയുകയാണ് എനിക്ക് കുറച്ച് മലയാളം നോവൽ തന്നാൽ അവർക്ക് ഇഷ്ടമുള്ള കുറച്ചെണ്ണം ഒരട്ടിക്ക് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഇതിന് നമ്മളോട് തന്നെ എടുക്കാൻ പറയും. അന്ന് എനിക്കത് ഭയങ്കര എന്താ പറയുക, അത്ര സുഖമായ പരിപാടിയായി തോന്നിയില്ല. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര മലയാളം നോവലിൻ്റെ ആരാധികയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയി എനിക്കിഷ്ടമുള്ള നോവലൊക്കെ എടുക്കാട്ടെ. ഞാൻ അപ്പോൾ അന്ന് കയറി എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഒരാൾക്ക് 5 ബുക്കാണ്. അപ്പം
അതായത് ഓരോ ക്ലാസ് വൈസ്. ഇപ്പം ഞാൻ PG പഠിക്കുന്ന കാരണം എനിക്ക് 5 ബുക്ക്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 4 ബുക്കായിരുന്നു തോന്നുന്നു. അങ്ങനെ ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ബുക്കിൻ്റെ എണ്ണം കൂടും കേട്ടോ, എടുക്കാനുള്ള ഓപ്ഷൻസിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങൾ എത്ര തപ്പിയിട്ട് ഒരു ബുക്ക് കിട്ടുന്നില്ല ഗൈസ്. അതായത് കിട്ടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച വോളിയം കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ അരിച്ച് പെറുക്കുക, ഇനി കുറച്ച് കഴിഞ്ഞ് ഇരുന്നും കിടന്നൊക്കെ തപ്പും ഞങ്ങൾ. അതൊക്കെയാണ്. ഞാനാണ് ഇത് മെയിൻ തപ്പണ ആൾ കേട്ടോ. എനിക്ക് അരിച്ച് പെറുക്കി തപ്പണ അസുഖമുണ്ട്. അഥവാ എന്നുവെച്ചാൽ അവിടെ ഇപ്പോൾ ഇത്ര നമ്പർ, ഇപ്പോൾ ഒരു 10 ബുക്കാണ് ഉള്ളൂ വെച്ചാൽ 12 പിള്ളേരുണ്ടെങ്കിൽ ആദ്യം വന്ന് എടുത്തവർക്ക് ആ ബുക്ക് പോവും. ഞങ്ങൾ മെയിനായിട്ട് എന്താ ചെയ്യുക, ഞങ്ങൾ ഈ 3 പിള്ളേർക്ക് കൂടി ഒരു ബുക്ക് എടുക്കും. അങ്ങനെ എന്നിട്ട് അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അപ്പം വേറെ കുട്ടികൾക്കും വന്ന് ബുക്ക് എടുക്കുക വെച്ചാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ള പതിവ്. അപ്പോൾ രോഹിണിയാണ് കേട്ടോ എനിക്ക് ലൈബ്രറിയുടെ ഉള്ള വീഡിയോ എടുത്തിരുന്നത്. ആരുമില്ലാത്ത സമയമായ കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞു, രോഹിണി എന്തായാലും ലൈബ്രറി വന്നിട്ട് ചെറിയൊരു വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ അവളെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് അവൾ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ബുക്ക് ഒഴികെ ബാക്കിയെല്ലാം കിട്ടി. പിന്നെ ഞങ്ങൾ മലയാളം ബുക്കിൻ്റെ അവിടേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ 2 നോവലെടുത്ത് വന്നിട്ടുണ്ട്. എന്താ പറയുക, കമല സുരയ്യ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്, മാധവിക്കുട്ടി. നമ്മുടെ മഞ്ജു വാര്യർ അഭിനയിച്ചൊരു പടമില്ലേ, ആമി, നീർമാതളം പൂത്ത കാലം എന്ന് പറയുന്ന ബുക്കൊക്കെ എഴുതിയ ആളുടെ ആത്മകഥ ഞാൻ ഒരെണ്ണം എടുത്തോട്ടെ. നല്ല കഥയാണ്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ അങ്ങനെയൊക്കെ ഒരു കഥേനെ ആളുടെ ജീവിതകഥ 40 വയസ്സിന് മുമ്പാണ് എഴുതിയത്. ഒരു സ്ത്രീ അങ്ങനെയൊക്കെ എഴുതുമെന്ന് അതിൽ ഞാൻ ചോദിക്കുന്നുണ്ട്. ആ കമല സുരയ്യയുടെ ഭർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കണം, എൻ്റെ കഥ കേട്ടോ, ഭയങ്കര ബെസ്റ്റ് ബുക്കാണ്. ഞാനിപ്പോൾ വായിച്ച് കഴിയാറായിട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി ആ ബുക്ക് വായിച്ചിട്ട് കേട്ടോ. MTയുടെ ആത്മകഥ കിട്ടിയാൽ വായിക്കണം. അതും ഇതുപോലത്തെ നമ്മൾ ഒരു ബുക്കിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ ആ ബുക്ക് എഴുതിയ ആളുടെ ആത്മകഥ വായിച്ചാൽ കിട്ടുന്നതാണ് എൻ്റെ ഒരു ടീച്ചർ, എന്നെ പഠിപ്പിച്ചൊരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ശരിയാണെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത്, എൻ്റെ കൈ നിറച്ച് ബുക്കാണ് കേസ്, അതൊക്കെ പഠിക്കാനുള്ളതാണ്. പിന്നെ 2 നോവലുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ക്ലാസ്സിൽ പോകേണ്ട സമയമായി കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ പോവാണ്. ഞങ്ങളുടെ ഗാർഡനാണ് കേട്ടോ റൈറ്റ് സൈഡിൽ. മഴയായ കാരണം അവിടുത്തെ കുളമൊക്കെ നിറഞ്ഞു. പിന്നെ കുറച്ച് അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ആദ്യം ഇവിടെയാണ് ഊണ് കഴിക്കാൻ വന്നിരിക്കാറ്, ഈ മരത്തിൻ്റെ അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറയുമായിരുന്നു, ഞാനും ഗായൊക്കെ. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങളുടെ മെയിൻ റീൽ സ്പോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നിർത്തട്ടെ ഗൈസ്, ലൈബ്രറി വ്ളോഗ് അവസാനിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.